ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ഉപരോധം നിലനിൽക്കുന്നതിൽ കടുത്ത പ്രതിസന്ധിയാണ് ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ഇതിനു മുൻപേ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ തന്നെ ചബഹാർ ആ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് അത് തിരികെ നൽകാൻ, അതായത് ഇറാനിയൻ കമ്പനിക്ക് തന്നെ തിരികെ കൈമാറാൻ ഇന്ത്യ നീക്കം നടത്തുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഈ കമ്പനി തന്നെ ഇനി നോക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. തുറമുഖത്തിന് US അനുവദിച്ച ഉപരോധ ഇളവ് ഏതാനും ദിവസം മുൻപ് തന്നെ അവസാനിക്കുകയും ചെയ്യുകയും എന്നാൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നടത്തിപ്പിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഉദ്യോഗസ്ഥരെ ചബഹാറിൽ നിന്നും ഘട്ടം ഘട്ടമായി തന്നെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ വർഷത്തെ ബജറ്റിൽ പണം വകവരുത്തിയിട്ടില്ല എന്നും പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറിയെന്ന സൂചനയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉപരോധവും പശ്ചിമേഷ്യയിലെ യുദ്ധവും തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. US അധികൃതരുമായി തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തിയെങ്കിൽ പോലും ഇളവ് നീട്ടുന്നതിൽ തീരുമാനമായിരുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. US-ൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകില്ല എന്നതാണ് വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത്. ഇറാനുമായും US-ഉമായും ഇപ്പോഴും ചർച്ച നടന്നു വരികയാണ് എന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിനോടായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ തെക്കൻ തീരത്തുള്ള ചബഹാർ തുറമുഖത്തിന്റെ വികസനം 2003 മുതൽ നടത്തുന്നത് ഇന്ത്യ തന്നെയാണ്. 2008-ൽ ഇറാനെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ചബഹാർ തുറമുഖത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും ഏപ്രിൽ 26 വരെ ചബഹാറിന് ഇളവ് നൽകുകയാണ് ചെയ്തത്. ചബഹാർ തുറമുഖത്ത് ഇതുവരെ തന്നെ 12 കോടി തന്നെ ഡോളർ ഇന്ത്യ നിക്ഷേപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനെ ആശ്രയിക്കാതെ തന്നെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അതേപോലെ തുടങ്ങിയ ഈ രാജ്യങ്ങളിലേക്ക് വ്യാപാര സാധ്യത അല്ലെങ്കിൽ ഇത്തരമൊരു വ്യാപാരം ഇവിടെ സാധ്യമാകുമോ, അതൊരു നേട്ടമാകും എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.